പാലിൻ ചേലൊത്ത വെള്ളപ്പുടവയുമുടലിൽ ചേരുമാഭൂഷയും പോൽ ചേലായി നീയാക്കരത്തിൽ കരുതിടുമരുമപ്പേനയും തൂമതൂവും ബാലേ വന്നിടുവേഗം മമകരമിതിലും വാണിയായി തൂലികത്തുമ്പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താന വല്ലീ സുചില്ലീ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 16-ാമത്തെ അധ്യായം, ഹരിശ്ചന്ദ്രചരിതം. വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം, ഹിംസാദി വൃത്തികളിൽ നിന്നും പിന്തിരിയാനായിക്കൊണ്ട് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. 1/6 പാപം രാജാവിന് അനുഭവിക്കേണ്ടി വരും എന്നവിടെ പറഞ്ഞു. അപ്പോൾ ഇതൊരു വലിയൊരു തത്വമാണ്. ഈ 1/6 പാപം അനുഭവിക്കേണ്ടി വരും എന്ന് പറയണത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു മൃഗത്തിനെ ഒരുത്തൻ വധിച്ചു എന്ന് പറഞ്ഞാൽ ആ വധിച്ചവനാണ് ആ പാപം എന്ന്. അങ്ങനെയല്ല ശാസ്ത്രം പറയുന്നത്. ധനലോഭത്തിനായിട്ട് ആ മൃഗത്തിനെ വധിക്കാനായി വിൽക്കുന്ന ധനലോഭിയായിട്ടുള്ള ഒരുത്തന് ആ വധത്തിൻ്റെ പാപം 1/6 കിട്ടും. അതിന് പ്രചോദനം ചെയ്തു കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ 1/6 പാപം അവർക്ക് കിട്ടും. ആ വധത്തിന് സഹായിക്കുന്നവർക്ക് 1/6 പാപം കിട്ടും. ഒരു മൃഗത്തിനെ കൊല്ലുക, അതിനെ പിടിക്കാനും കെട്ടാനും, അതിൻ്റെ കയ്യും കാലും പിടിച്ച് കെട്ടാനും, അതിനെ ഇളകാതെ നിർത്താനും, വധിക്കാനുള്ള ആയുധം കൊണ്ടുവന്ന് കൊടുക്കാനും ഒക്കെ ചെയ്യുന്നവനും ആ പാപത്തിന് ഭാഗമുണ്ടെന്നാണ് പറയണത്. ഇനി അതിനെ വധിക്കുന്നവന് അവനും പാപമുണ്ട്. 1/6 പാപം അവന് കിട്ടും. അങ്ങനെ വധിച്ചതായിട്ടുള്ള ആ മൃഗത്തിൻ്റെ മാംസത്തിനെ ആരാണോ വിൽക്കുന്നത്, വാങ്ങുന്നത്, അവന് അതിൽ 1/6 പാപം കിട്ടും. ഇനി അതിനെ ആരാണോ വേണ്ട വിധത്തിൽ പാചകം ചെയ്ത് തയ്യാറാക്കി സ്വാദോടുകൂടിയൊക്കെ വിളമ്പിക്കൊടുക്കുന്നത്, അവർക്കും അത് രുചിയോടുകൂടി ഭക്ഷിക്കുന്നവനും അവർക്കും 1/6 പാപം കിട്ടും. അപ്പോൾ ഈ 6 വൃത്തികളും ചെയ്യുന്നവർക്ക് അതിൻ്റെ പാപം കിട്ടുമെന്നുള്ളതാണ്, കിട്ടാതിരിക്കില്ല. ഇപ്പം നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ല, കൊന്നത് വല്ലവനും അല്ലേ, ഞാൻ പണം കൊടുത്തു മേടിച്ചു കൊണ്ടുവന്നു കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പാപമില്ലല്ലോ എന്ന് വിചാരിക്കരുതാരും. 1/6 പാപം നമുക്കുമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു യാചകൻ വന്ന സമയത്ത്, പണ്ട് കാലത്ത്, വളരെ വളരെ പഴയ കാലത്ത്, ഒരു യുവാവാണ്. അവനിൽ ദയ തോന്നിയിട്ട് അവന് ഉപദേശിച്ചു, നീ ഇങ്ങനെ യാചകവൃത്തി ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന നീയെ ഭിക്ഷയെടുത്ത് ഭിക്ഷാടനം ചെയ്ത് നടക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും ജോലി ചെയ്ത് ഒരു കച്ചവടം ചെയ്ത് സമ്പാദിക്കണം, അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു 10 രൂപ കൊടുത്തു അത്രേ. അന്നത്തെ കാലത്ത് 10 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10,000 ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 1000 ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ, എന്തോ ആവട്ടെ. അങ്ങനെ കൊടുത്ത് ഉപദേശിച്ച് പറഞ്ഞയച്ചു. നല്ല കാര്യമാണ് ചെയ്തത് അദ്ദേഹം. പക്ഷേ ഇവൻ ഈ 10 രൂപ കൊണ്ടുപോയിട്ട് ഇവന് വേറൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ബുദ്ധിയിൽ തോന്നിയത് ഒരു വല മേടിക്കുക, മീൻ പിടിക്കാനെന്ന്. അങ്ങനെ 10 രൂപ കൊടുത്തൊരു വല മേടിച്ചു. ആ വലയും കൊണ്ട് പുഴയിൽ ചെന്നു. ആ വല വീശി കുറേ മത്സ്യങ്ങളെ പിടിച്ചു. ആ മത്സ്യങ്ങളിൽ കുറച്ച് അവൻ ഭക്ഷിച്ചു, ബാക്കിയുള്ള മത്സ്യത്തിനെ വിറ്റു, കുറച്ച് ധനം കിട്ടി. പിന്നീട് അവൻ അതായി.
അങ്ങനെ കുറച്ചുമായിട്ട് അവൻ കുറച്ച് ധനങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. ധനം കുറച്ചധികമായ സമയത്ത് അവൻ വിചാരിച്ചു ആ ധനം കൊണ്ടൊരു തോണി ഉണ്ടാക്കിയിട്ട് പുഴയുടെ നടുക്കിലൊക്കെ പോയാൽ ഇനിയും ധാരാളം മത്സ്യം കിട്ടുമല്ലോ എന്ന് അങ്ങനെ ഒരു തോണി മേടിച്ച് പിന്നെ മത്സ്യാടനം തുടങ്ങി. അങ്ങനെ എന്തിനു പറയണു, അവനങ്ങനെ ധനം സമ്പാദിച്ചിപ്പോൾ കപ്പലുകളും അതേമാതിരി മത്സ്യവ്യാപാരവും കയറ്റുമതിയും, ഇനി മത്സ്യം മാത്രമല്ല പൈസ വരുമ്പോൾ ഇതേമാതിരി ഹിംസാതിവൃത്തികൾ നടത്തുന്നതായിട്ടുള്ള പല മൃഗങ്ങളെയും വധിച്ച് എക്സ്പോർട്ടും ബിസിനസ്സും ഒക്കെ ചെയ്യാൻ തുടങ്ങി. വലിയ പ്രഭുവായി. മരിച്ച് അവൻ മുകളിലേക്ക് പോയി. അതേ സമയത്ത് തന്നെ ഈ 10 രൂപ കൊടുത്ത അദ്ദേഹവും മരിച്ചു എന്നാണ് പറയണത്. രണ്ടുപേരും മുകളിൽ പോയപ്പോഴേ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള നരകം കൊടുത്തു അത്ര യമധർമ്മൻ. അത് കിട്ടിയപ്പോഴേ ഈ പൈസ കൊടുത്ത ആൾ പറഞ്ഞു, എനിക്കെന്തിനാ നരകം? അവൻ ചെയ്ത പാപം അവൻ പാപം ചെയ്തു, അതിനവൻ നരകം കൊടുത്തു. ശരി, ഞാൻ പാപമൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോഴാണത്ര ഈ കഥ പറഞ്ഞിട്ട് യമൻ പറഞ്ഞത്, അവൻ ഈ പാപം ചെയ്യാനുള്ള കാരണം അങ്ങയുടെ ഈ പ്രചോദനമാണ്. അങ്ങ് കൊടുത്ത 10 രൂപ കൊണ്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഭിക്ഷ കൊടുക്കുന്നതും പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാ, നമ്മൾ കൊടുക്കുന്ന രൂപ കൊണ്ട് മറ്റൊരുത്തൻ ഹിംസാതിവൃത്തികൾ ചെയ്യരുത്. ഒരു കള്ളുകുടിയന് നമ്മൾ പൈസ കൊടുത്ത് അവൻ കിട്ടുന്ന പൈസ കൊണ്ടുപോയിട്ട് കള്ളു കുടിച്ച് വീട്ടിൽ പോയി ഭാര്യയോ മക്കളോ കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നാഴിയരി കൊണ്ടുവന്ന് ചട്ടിയും കലത്തിലും വെച്ച് ചൂടാക്കി വിശപ്പ് മാറ്റാനായി കഴിക്കുന്ന സമയത്ത് ഇവൻ യാതൊരു ബോധവുമില്ലാതെ അവിടെ ചെന്ന് തമ്മിൽ തല്ലി ആ ചട്ടിയും കലവും പൊട്ടിച്ച് അവരുടെ അന്നം പോലും മുടക്കിയാൽ അതിനുള്ള പാപം നമുക്കും കിട്ടുമെന്നാണ് പറയണത്. കാരണം നമ്മൾ കൊടുത്ത പൈസ കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് കാരണം കൊണ്ട്. അപ്പോൾ പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കണം, ധർമ്മം ചെയ്യണമെന്നൊക്കെ അന്നങ്ങനെയാണ് പറയാറുള്ളത്. പുത്രനെ വിൽക്കാൻ തുനിഞ്ഞവനെ അങ്ങ് എന്തുകൊണ്ട് വിലക്കിയില്ല? സൂര്യവംശത്തിൽ ത്രിശങ്കുവിൻ്റെ ഉത്തമപുത്രനായിട്ട് ജനിച്ച അങ്ങ് ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള അങ്ങ് നിത്യകർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുക. ഇത് ധർമ്മമാണ്. അതുകൊണ്ട് ഈ ബ്രാഹ്മണപുത്രനെ യൂപത്തിൽ നിന്നും മോചിപ്പിക്കുക. ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്ന പക്ഷം അങ്ങക്ക് ദേഹസുഖമുണ്ടാകും, സംശയമില്ല. മുനി ശാപം കൊണ്ട് ചണ്ഡാലത്വം പ്രാപിച്ചവനായിരുന്ന അങ്ങയുടെ പിതാവ്, അദ്ദേഹത്തെ ഞാനാണ് ആ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്നിവിടെ വിശ്വാമിത്രൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ത്രിശങ്കു സ്വർഗത്തിൽ പോകാനുള്ള കാരണം വസിഷ്ഠൻ്റെ ശാപത്താൽ ത്രിശങ്കു, സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ചണ്ഡാളനായി ഭവിക്കും. പിന്നീട് വിശ്വാമിത്രനാണ് തൻ്റെ തപശക്തി കൊണ്ട് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് അയക്കുന്നത് എന്നൊക്കെ കഥ ഉണ്ട്. ഭാഗവത മഹാപുരാണത്തിലെ നവമസ്കന്ധത്തിൽ വരുന്ന കഥയാണ്. എന്തായാലും അത്യധികം ആർത്തനും ദീനനുമായിട്ട് വിലാപിക്കുന്നതായിട്ടുള്ള ഈ ബാലനെ വധിക്കരുത്, വിട്ടയക്കൂ. എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങക്ക് പാപമുണ്ടാവും, അതായിരിക്കും അങ്ങ് സമ്പാദിക്കുക എന്നൊക്കെ ഹരിശ്ചന്ദ്രനെ ഉപദേശിക്കും വിശ്വാമിത്രൻ. ഇപ്രകാരം വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ട ഹരിശ്ചന്ദ്രൻ ആ കൗശികനോട് വിശ്വാമിത്രനോട് പറഞ്ഞു, ഗാന്ധീനന്ദനായിട്ടുള്ള ഹേ മഹർഷി എന്നാണ് പറയണത്. ഗാന്ധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ. ഞാൻ ജലോദരം എന്ന രോഗത്താൽ വളരെ
ക്ലേശിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാനിവനെ മോചിപ്പിക്കില്ല. മറ്റേതെങ്കിലും പ്രാർത്ഥിച്ചോളൂ. അങ്ങ് എന്നോട് ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ദേഷ്യപ്പെടരുത്, കലഹിക്കരുത് എന്നൊക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. വിശ്വാമിത്രൻ്റെ വാക്കുകളെ സ്വീകരിച്ചില്ല. ഇവർ തമ്മിലുള്ള ഈ സംവാദം കേട്ട് അത്യന്തം കുപിതനായ വിശ്വാമിത്രൻ ദീനനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ശുനശേഭൻ എന്ന ബ്രാഹ്മണപുത്രനെ നോക്കിയിട്ട് ഏറ്റവും അധികം ദുഃഖിതനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 16-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. പിന്നീട് എന്താ നടന്നത് എന്നുള്ളത് അടുത്ത അധ്യായം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ നാളെ മുതൽ അവലോകനം ചെയ്യാം. ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.